ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, ഒരു പെൺകുട്ടി നിങ്ങളെ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു 8 കാര്യങ്ങളുണ്ട്. ഈ 8 കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, റിലേഷൻഷിപ്പ് ഉള്ളവരും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്നവരും, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പെൺകുട്ടീനെ ആദ്യമായിട്ട് കാണുമ്പോൾ, അതായത് ആ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്? നിങ്ങൾ ആ ഒരു പെൺകുട്ടീനെ ആദ്യമായിട്ട് കാണുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ നല്ല ജെനുവിനായിട്ടും നല്ല ബഹുമാനമൊക്കെ കൊടുത്തിട്ട് വേണം ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഡ്രസ്സിങ്ങും. നിങ്ങൾ ആദ്യമായിട്ടൊരു പെൺകുട്ടീനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല പ്രോപ്പറായിട്ട് വേണം ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അവളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അവൾക്ക് തോന്നുന്ന രീതിയിൽ വേണം നിങ്ങൾ അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നിട്ട് അവൾ പറയുന്ന കാര്യത്തിനൊക്കെ തിരിച്ച് ഒരു റിപ്ലൈ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് തോന്നും നിങ്ങൾക്ക് അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് ആദ്യമായിട്ടൊരു പെൺകുട്ടിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവൾക്ക് തോന്നണം നിങ്ങൾക്ക് അവളോട് സംസാരിക്കാൻ ഒരു താല്പര്യം ഉള്ളിലുണ്ട് എന്ന്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയും കൂടി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ, അതായത് പുതിയതായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങി കഴിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൺ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് പങ്കെടുക്കാം. ഇപ്പോൾ മേളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുമിച്ച് പോകാം. ഏതെങ്കിലും ഒരു റൈഡിനോ കാര്യത്തിനോ ഒക്കെ നിങ്ങൾക്ക് കയറാം. ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പുതിയൊരു എക്സ്പീരിയൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് ഓർ നോട്ടാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ ഹേർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. അതായത് ആ ഒരു പെൺകുട്ടീനെ കുറിച്ചിട്ട് നല്ല 2 വാക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ചെറിയ നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ എഴുതിയിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവൾ ഓർക്കും നിങ്ങൾക്ക് അവളെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുമുണ്ട്. ഇതൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളെ ഓർക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ കുറേ നോട്ട്സുകളും കാര്യങ്ങളും എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് സെൻസ് ഓഫ് ഹ്യൂമറാണ്, അതായത് തമാശ. നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയായിട്ട് ഫണ്ണി ജോക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും തമാശയൊക്കെ നിറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആയിരിക്കും. അതൊരു സ്റ്റോറിയൊക്കെ ആയിട്ട് ആ ഒരു പെൺകുട്ടിയോട് പറയാമെങ്കിൽ അവളത് ഒരുപാട് എൻജോയ് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ലാഫ്റ്റർ ക്യാൻ ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന്? അതായത് തമാശ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ വളരെ കുറവാണ്. എല്ലാ പെൺകുട്ടികൾക്കും തമാശ ഇങ്ങനെ കേൾക്കാനും പൊട്ടി ചിരിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. അവരിങ്ങനെ ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയങ്ങളുണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുകയും തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ പറഞ്ഞിട്ട് അവളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കണം.
ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 5ാമതായിട്ട് വരുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. അതായത് ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ഇൻട്രസ്റ്റോടെ നിങ്ങൾ കേൾക്കുക. എന്നിട്ട് അവളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ പാഷൻ ഇതിനെയൊക്കെ നിങ്ങൾ മാക്സിമം റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആക്റ്റീവ് ലിസണിങ്ങിലൂടെ അവൾക്ക് തോന്നും നിങ്ങൾ അവളുടെ ഒപ്പീനിയൻസിനൊക്കെ വളരെയധികം വാല്യൂ നൽകുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യും എന്നുള്ളൊരു തോട്ട് അവൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ എപ്പോഴും നിങ്ങളെ ഓർക്കുന്നതാണ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റ് ഇടാൻ വേണ്ടി മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഓരോ കുഞ്ഞു കമൻറ്റും എനിക്ക് ഭയങ്കര വലിയ മോട്ടിവേഷനാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞു കമൻറ്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ എന്ന്. അപ്പോൾ എല്ലാവരും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, സർപ്രൈസസ് ആണ്. അതായത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഗെറ്റ് ടുഗദേഴ്സൊക്കെ പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കോഫിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതൊക്കെ സർപ്രൈസ് ആയിട്ട് അവൾക്ക് വാങ്ങിയൊക്കെ കൊടുക്കാവുന്നതാണ്. പെൺകുട്ടികൾക്ക് പൊതുവെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ സർപ്രൈസസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഒരു കുഞ്ഞൊരു മിഠായിയോ അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലവറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ സ്മോൾ സർപ്രൈസസ് കൊടുക്കുന്നതിലൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ അത് നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന്. അതായത് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുള്ള ഇംപ്രഷൻ കൂട്ടാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഗിഫ്റ്റ് കാണുമ്പോഴൊക്കെ അവൾ ഓർക്കും, ഈ ഒരു ഗിഫ്റ്റ് ആ ഒരു വ്യക്തി എനിക്ക് തന്നതാണല്ലോ എന്ന്. അങ്ങനെ നിങ്ങളെ ഓർക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് 6ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ചെറിയ ചെറിയ ഗിഫ്റ്റുകളും സർപ്രൈസസും ഒക്കെ ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുക എന്നതാണ്. ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വേറെ ഒന്നുമല്ല. ബി യുവർ സെൽഫ്. സത്യസന്ധതയായിരിക്കണം നിങ്ങളുടെ ആകർഷണം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ എങ്ങനെയാണോ അതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. മറ്റുള്ളവർ ചെയ്യുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള രീതി എങ്ങനെയാണോ ആ ഒരു രീതി തന്നെ ആ ഒരു പെൺകുട്ടിയോട് പെരുമാറുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയെ അവൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും നിങ്ങൾ എന്നും ഓർക്കുകയും ചെയ്യും. അതല്ലാതെ ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ നിങ്ങളൊരു സ്വഭാവവും ആ ഒരു പെൺകുട്ടി തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വേറൊരു സ്വഭാവവും, ഇങ്ങനെയാണെങ്കിൽ ആർക്കും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാൾക്ക് കുറേ അധികം കാലമൊന്നും ഇങ്ങനെ അഭിനയിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരിക്കലെങ്കിലും ആ റിയൽ ക്യാരക്ടർ പുറത്തു വരികയും അതോടുകൂടി ഇത്ര നാളും കൊണ്ട് നിങ്ങളുണ്ടാക്കിയ ഇംപ്രഷൻ എല്ലാം തകരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുക. അതാണ് നിങ്ങൾ 7ാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി 8ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 8ാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഫോളോ അപ്പ് ആണ്. അതായത് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തതിനൊക്കെ ശേഷം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങളങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ആ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ അവളെ ഫോണിലൊന്ന് വിളിക്കുകയൊക്കെ ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു പെൺകുട്ടിക്ക് തോന്നും നിങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രോമിസൊക്കെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്കിൽ മാക്സിമം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തി കൊടുക്കുമ്പോൾ ആ ഒരു കുട്ടിക്ക് തോന്നും നിങ്ങളുടെ ആത്മാർത്ഥതയും അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധവും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ചിട്ട് എപ്പോഴും ഓർക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടി നിങ്ങൾ എപ്പോഴും ഓർക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ 8 കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ,
അവർക്കൊക്കെ ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.